ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മൾ ഓണം സെലിബ്രേറ്റ് ചെയ്തതിൻ്റെ ചെറിയൊരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ നമ്മൾ എന്താ പറയുക, പൂക്കളിടാനുള്ള പ്രിപ്പറേഷനൊക്കെ ആയിരുന്നു. നമ്മൾ പൂക്കളിട്ടത് ഓണത്തിൻ്റെ തലേദിവസമായിരുന്നു. തലേദിവസം ഈവനിങ്ങിലാണ് ഇട്ടത്. അപ്പം പൂവൊക്കെ നമ്മൾ കുറച്ച് പൂ വീട്ടിൽ നിന്ന് നമ്മൾ കുറച്ചുണ്ടായിരുന്നത് പറിച്ചു. പിന്നെ നമ്മൾ കുറേ വാങ്ങിച്ചു. അത് വെച്ച് നമ്മളൊരു ചെറിയൊരു പൂക്കളം നമ്മൾ ഉണ്ടാക്കി കേട്ടോ. ഇത് നമ്മൾ ബീട്രൂട്ട് പച്ചടി ഉണ്ടാക്കാൻ വേണ്ടി 2 ബീട്രൂട്ട് എടുത്തേക്കുന്നതാണ് കേട്ടോ. എന്നിട്ട് നമ്മൾ കട്ട് ചെയ്തു, ഗ്രേറ്റ് ചെയ്തു, എന്നിട്ട് നമ്മൾ ഉണ്ടാക്കാൻ തുടങ്ങുകയാണ്. നമ്മൾ കുറച്ച് കറികൾ നമ്മൾ തലേദിവസം ഉണ്ടാക്കി വെച്ചായിരുന്നു. ബാക്കിയുള്ളതാണ് നമ്മൾ തിരുവോണത്തിൻ്റെ അന്ന് ബാക്കി നമ്മൾ ഉണ്ടാക്കി. അപ്പോൾ നമ്മളിതിങ്ങനെ കട്ട് ചെയ്തിട്ട് പിന്നെ ബാക്കിയുള്ള പരിപാടികൾ ചെയ്തു. തലേദിവസം നമ്മൾ ഉണ്ടാക്കിയത് പച്ചടി, പിന്നെ മാങ്ങക്കറി, പിന്നെ പായസം, സേമിയ പായസം ഉണ്ടാക്കി. ഇൻസ്റ്റൻ്റാണ് നമ്മൾ വാങ്ങിച്ചത്. എന്നിട്ട് പായസം മിക്സ് വാങ്ങിച്ച് നമ്മൾ ഉണ്ടാക്കുക ചെയ്തത്. അപ്പം നമ്മളിപ്പോൾ ബീട്രൂട്ട് ഗ്രേറ്റ് ചെയ്യുകയാണ്. പിന്നെ അതുപോലെ തന്നെ അപ്പുറത്ത് പായസം ഉണ്ടാക്കാനുള്ള പ്രിപ്പറേഷനാണ്. പാലൊഴിച്ച് പിന്നെ തിളപ്പിച്ച്, അത് ഭയങ്കര സിമ്പിളായിരുന്നു. നമ്മൾ ഇൻസ്റ്റൻറ്റ് വാങ്ങിച്ചുകൊണ്ട് അത് ബോയിലായി കഴിയുമ്പോൾ നമ്മൾ പായസം മിക്സ് ആഡ് ചെയ്ത് ഇളക്കി നന്നായിട്ട് എടുക്കുക. അങ്ങനെ നമ്മൾ ആ പരിപാടികളൊക്കെ നമ്മൾ ചെയ്യുവാണ്. ഇൻസ്റ്റൻ്റ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് പായസം ഉണ്ടാക്കി തീർന്നു കേട്ടോ. സേമിയ പായസം പെട്ടെന്ന് ഉണ്ടാക്കി തീർന്നു. ഇത് നമ്മൾ കിച്ചടിയിലേക്കുള്ള അരപ്പ് നമ്മൾ റെഡിയാക്കുന്നതാണ് കേട്ടോ. ഇവിടെ ഒരാൾ തേങ്ങ ചെരുകുന്നുണ്ട്. ആൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ ചെറിയ ചെറിയ കിച്ചണിൽ ഇങ്ങനെയൊക്കെ ഹെൽപ്പ് ചെയ്യാനായിട്ട്. ആൾ ദോശ ഉണ്ടാക്കുമ്പോൾ ചപ്പാത്തി ഉണ്ടാക്കുമ്പോഴൊക്കെ വരും ഹെൽപ്പ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട്. ആളാണ് കേട്ടോ നമ്മുടെ അരപ്പിലേക്കുള്ള ഒരു ഹാഫ് തേങ്ങ മുഴുവൻ ചെരുകിയത് മോളാണ് കേട്ടോ. അപ്പം നമ്മുടെ പായസവും കിച്ചടിയും ഏകദേശം റെഡി ആയിട്ടോ. പിന്നെ നമ്മൾ പിറ്റേ ദിവസം തിരുവോണത്തിൻ്റെ ദിവസം നമ്മൾ ബാക്കിയുള്ള നമ്മുടെ കറികളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പച്ചക്കറികളൊക്കെ റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. എലിശ്ശേരി, അവിയൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതിപ്പം ആ കഷ്ണങ്ങളൊക്കെ നമ്മൾ റെഡിയാക്കി വെച്ചേക്കുന്നത്. ചേന, വെണ്ടയ്ക്ക, കായ, മത്തങ്ങ അങ്ങനെയൊക്കെ നമ്മൾ എടുത്ത് വെച്ചേക്കുവാണ്. ഇത് നമ്മൾ തലേദിവസം നമ്മൾ പൂക്കളം ഉണ്ടാക്കിയതാണ്. കാരണം ഞാൻ പറഞ്ഞല്ലോ വൈകിട്ടാണ് ഉണ്ടാക്കിയത്. കാരണം ഓണത്തിൻ്റെ ദിവസം രാവിലെ പറ്റില്ല, നമുക്ക് അത്രയ്ക്ക് വെയിലാണ്, ഭയങ്കര ചൂടാണ്, നമുക്ക് അവിടെ ഇരുന്ന് ഉണ്ടാക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ തലേദിവസം വൈകിട്ട് ഉണ്ടാക്കിയത്. ഇത് മമ്മി അടക്കി കുഴയ്ക്കുന്നതാണ്. ഓണത്തിൻ്റെ ദിവസം രാവിലെ അടക്കി നമ്മൾ തേങ്ങയും എല്ലാം കൂടി അതിൻ്റെ മിക്സ്, നമ്മൾ അതിനകത്ത് വയ്ക്കുന്ന മിക്സും ഒക്കെ മമ്മി അടക്കി കുഴയ്ക്കുകയാണ്. പിന്നെ ഞങ്ങൾ അതിൻ്റെ ഇടയ്ക്ക് പൈനാപ്പിൾ കിച്ചടി ഉണ്ടാക്കിയായിരുന്നു. അപ്പം നമ്മൾ അടയൊക്കെ നമ്മൾ സെറ്റാക്കി വാഴയിലയിൽ നമ്മൾ വെച്ച് അതിനകത്ത് നമ്മുടെ തേങ്ങയുടെ മിക്സൊക്കെ വെച്ച് നമ്മൾ വേവിക്കാൻ വേണ്ടി പോവുകയാണ്. അടയായിരുന്നു രാവിലെ ബ്രേക്ക്ഫാസ്റ്റ്. അടയും പിന്നെ പഴം പുഴുങ്ങിയതായിരുന്നു രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നത്. നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. നമ്മൾ അവിയലിനുള്ള കഷ്ണങ്ങൾ നമ്മൾ വേവിച്ചെടുക്കുകയാണ്. ബീൻസും പിന്നെ കായും അത് നമ്മൾ ആദ്യം ഇങ്ങനെ അടച്ചു വെച്ച് വേവിച്ചെടുക്കുകയാണ്. അതുപോലെ അടയും നമ്മൾ അടച്ചു വെച്ച് വേവിക്കുകയാണ്. നമ്മുടെ അട നന്നായി വെന്ത് വന്നിട്ടുണ്ട്, റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റി ആയിരുന്നു കേട്ടോ, കൊള്ളായിരുന്നു. രാവിലെ ഞങ്ങളങ്ങനെ അട കഴിച്ചു ബ്രേക്ക്ഫാസ്റ്റിന്. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ അവിയലിൻ്റെ ബാക്കിയുള്ള പ്രിപ്പറേഷനിൽ പോയി അരപ്പ് ചേർത്തു. അങ്ങനെ അവിയൽ ഏകദേശം റെഡിയായി വരികയാണ്.
പിന്നെ നമ്മൾ പാലട ഉണ്ടാക്കിയായിരുന്നു. പാലട എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പാലട. അതുണ്ടാക്കിയായിരുന്നു. അപ്പോൾ നമ്മുടെ അവിയൽ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അവിയലിങ്ങനെ റെഡിയായി. അപ്പോൾ നമ്മുടെ സാമ്പാർ റെഡിയായി. അപ്പോൾ മമ്മി എല്ലാവരും താളിച്ചതാണ് സാമ്പാറിലേക്ക് ഒഴിക്കുക. പക്ഷേ മമ്മി നേരെ തിരിച്ച് ചെയ്യാറ്, സാമ്പാർ താളിച്ചതിലേക്ക് ഒഴിക്കും. മമ്മി അങ്ങനെ ചെയ്യാറ്. പിന്നെ നമ്മൾ എലിശ്ശേരി ഉണ്ടാക്കി, പിന്നെ ബീൻസ് തോരൻ ഉണ്ടാക്കിയായിരുന്നു. അതിനുള്ള ബീൻസ് റെഡിയാക്കി വെച്ചതാണ്. അപ്പം അതുണ്ടാക്കി. ഈ പൂക്കളം ഇപ്പം തിരുവോണത്തിൻ്റെ ദിവസം ഇതിൻ്റെ ലുക്ക് ആകെ മാറി കേട്ടോ. തലേദിവസം ഇട്ടപ്പോഴുള്ള ലുക്കും ഇപ്പോഴത്തെ ലുക്കുമാണ്. അത് ആ ചൂടും വെയിലൊക്കെ അടിച്ചതാകെ തിരുവോണത്തിൻ്റെ അന്നായപ്പോഴേക്കും വാടി. ഞങ്ങൾ തലേദിവസമാണല്ലോ ഇട്ടത്. അപ്പം 2 ഡിഫറൻസ് നിങ്ങൾക്ക് മനസ്സിലാവും. പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ സദ്യക്ക് വാഴല മുറിക്കാൻ വേണ്ടി പോവാണ്. പറമ്പിലേക്ക് ഞങ്ങൾ പോവാണ് വാഴല മുറിക്കാനായിട്ട്. പിറ്റേ ദിവസം ഇരിങ്ങാലക്കുടയിൽ പുലിക്കളി കാണാൻ വേണ്ടി പോയായിരുന്നു. അടിപൊളിയായിരുന്നു കേട്ടോ കാണാൻ. ഞാൻ ആദ്യമായിട്ടാണ് പുലിക്കളി നേരിട്ട് കാണുന്നത്. ടി വിയിൽ ഒക്കെ കണ്ടിട്ടുണ്ട്, പക്ഷേ നേരിട്ട് ഇതുവരെ കണ്ടിട്ടില്ല. കാവടിയൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പം അടിപൊളിയായിരുന്നു കാണാൻ. പുലികളുടെ ഡാൻസും ഒക്കെ കാണാനായിട്ട് നല്ല രസമായിരുന്നു കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ഓണവിശേഷങ്ങൾ. അപ്പോൾ എല്ലാവരും ഓണം അടിച്ചു പൊളിച്ചു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ടാറ്റ ബൈ.